1976 ISM രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യമല്ല ഇന്നുള്ളത്. ഈ സാഹചര്യങ്ങൾ മാറി വന്നതനുസരിച്ച് പുതിയ ലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പുതിയ പ്രവർത്തനങ്ങൾ രൂപീകരിക്കാൻ ISM തയ്യാറാകേണ്ടതുണ്ട്. ഒരുപാട് പുതിയ പുതിയ വിഷയങ്ങളും പ്രശ്നങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ സമൂഹത്തിന് മുമ്പിൽ, മാറ്റം വരുന്ന ലോകത്തിന് മുമ്പിൽ മാറ്റമില്ലാത്ത തൗഹീദും മാറ്റമില്ലാത്ത ഖുർആനും മാറ്റമില്ലാത്ത സുന്നത്തും എത്തിച്ചു കൊടുക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുകയാണ് വേണ്ടത്. MLA ബഷീർ സാഹിബിന്റെ പ്രസംഗം ഒരു മുജാഹിദ് പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആകുലതയും അദ്ദേഹത്തിന്റെ വ്യാകുലതയും ഒക്കെ അദ്ദേഹം അവതരിപ്പിച്ചു. നമുക്ക് അദ്ദേഹത്തോടും അതുപോലെ വേദനിക്കുന്ന ആളുകളോടും പറയാനുള്ള ഒരു കാര്യമാണ്, തൗഹീദിൽ അധിഷ്ഠിതമായ ആദർശം മുറുകെ പിടിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ സത്യപ്രസ്ഥാനത്തോട് വന്നു ചേർന്ന് ഒന്നിച്ചു മുന്നോട്ട് പോകാവുന്നതാണ്. ഒരു സംഘടനയ്ക്ക് വേണ്ടിയുള്ള സംഘടനയല്ലല്ലോ ഇത്. നമ്മൾ വികേന്ദ്രീകരണമാണ് നമ്മുടെ രീതി. 10 ആളുകൾ ഒരു നാട്ടിൽ ഒരു നല്ല കാര്യം ചെയ്യുന്നുവെങ്കിൽ അതിന് അനുവാദമാണ്. മറ്റൊരു പ്രദേശത്ത് മറ്റൊരു പ്രവർത്തനം അതിന് അനുവാദമാണ്. എല്ലാം ഒരു കേന്ദ്രത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അവിടെ മാത്രം പറഞ്ഞാൽ മാത്രം പ്രവർത്തനം എന്ന ഒരു രീതി പണ്ട് മുതൽ ഈ പ്രസ്ഥാനത്തിലില്ല. നന്മകൾക്ക് വേണ്ടിയുള്ള ഒരു വികേന്ദ്രീകരണമാണ്. അതുകൊണ്ട് തന്നെ ആദർശം എന്നത് പരമപ്രധാനമായി കരുതുകയും ആ ആദർശം എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം 35 ISM-ന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കുകയും പിന്നെ ISM തന്നെ ഒന്നാകെ പുറത്താക്കുകയും ചെയ്ത സന്ദർഭത്തിൽ ഒന്നിച്ചു നിന്നവരാണ് ഇവർ, ഈ ISM നമ്മുടെ MSM-ഉം. പക്ഷെ അന്ന് പ്രതിഷ്ഠിച്ചു വെച്ച കുറെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ. കണക്കുകൂട്ടി ആകെ തിരിയിട്ട് നോക്കിയപ്പോൾ ഇപ്പോൾ അനുസരണമുള്ള യുവത്വമാണിത് എന്ന് പറഞ്ഞതിൽ ഒരാളാണ് ഇനി ബാക്കിയുള്ളത്, ഒരൊറ്റ മനുഷ്യൻ. ബാക്കിയൊക്കെ പോയി. കുറെ ആളുകളെ പുറത്താക്കിയതായി പ്രഖ്യാപിച്ചു, കുറെ ആളെ പുറത്താക്കാൻ നിൽക്കുന്നു. ആലോചിച്ചു നോക്കൂ, 10 കൊല്ലക്കാലം കൊണ്ട് നമുക്കുണ്ടായ ഒരു സമാധാനം, പരസ്പരം ദുആ ചെയ്യുന്ന, പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം ബഹുമാനിക്കുന്ന, തെറ്റുപറ്റിയാൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു സംഘമായി നമുക്ക് മുന്നോട്ടെത്താൻ സാധിച്ചു. ഇത് അള്ളാഹുവിന്റെ ഒരു ഔദാര്യമാണ്. അള്ളാഹുവിന്റെ ഔദാര്യം ലഭിക്കുക ഇസ്ലാമികമായ ജീവിത രീതിക്കാണ്. പലപ്പോഴും സുന്നത്തുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, ഹദീസിന്റെ സഹീഹ് വഈഫിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, സലഫി മാർഗത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കുട്ടശ്ശേരി മൗലവി 2 തവണ എഴുതിയിട്ടുണ്ട്. എന്ത് സ്വഭാവം സലഫി മാർഗം എന്താ, പെരുമാറ്റം സലഫി മാർഗം എന്താ, ആളുകളോടുള്ള വർത്തമാനം എന്താ, ഇതൊന്നും ബാധകമല്ല എന്നും ചില ആരാധനകളിലും ചില അനുഷ്ഠാനങ്ങളിലും മാത്രമാണ് ഈ വാശി എന്നും ഇല്ലല്ലോ അല്ലെ. സലഫു സാലിഹ്യങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? അതാണ് അവിടുത്തെ സലഫി മൻഹജ്. സലഫു സാലിഹ്യങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, അത് പഠിക്കാതെ നമുക്കിടയിൽ ഉണ്ടാകുന്ന ചില വിഷയങ്ങളിൽ അനാവശ്യമായ വാശിയും വക്കാണവും കുതന്ത്രങ്ങളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടായാൽ അത് വളരെ പെട്ടെന്ന് തന്നെ നിഷ്ഫലമാകും എന്നത് ഉറപ്പാണ്.